കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിവില്ല. 2 ചിന്തകൾ ഈ വാക്യങ്ങൾക്കകത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്ന്, ദൈവം സകലതും ഭംഗിയായി ചെയ്യുന്നു എന്ന് പറയുന്നു. എങ്ങനെ ഭംഗിയായിട്ട്? അതതിൻ്റെ സമയത്ത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ്. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അപ്പം ദൈവം നമ്മളെ ഉയർത്തുന്നത് തക്ക സമയത്താണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ വയസ്സ് 75, എന്നാൽ വാഗ്ദത്തം നിറവേറിയപ്പോൾ അബ്രഹാമിൻ്റെ പ്രായം 100. എന്നുള്ളത് മനുഷ്യൻ്റെ സമയമല്ല, അത് ദൈവത്തിൻ്റെ സമയമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കണമെന്നില്ല. എന്നാൽ ദൈവം അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുമെന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതതിൻ്റെ സമയത്ത് ഓരോന്നിനും, ഒരുപക്ഷെ വീട് വയ്ക്കാനോ ജോലി കിട്ടാനോ വിവാഹം കഴിക്കാനോ ഭാവി ജീവിതത്തിനോ തലമുറയ്ക്കോ ഇല്ലെങ്കിൽ പലവിധ വിദ്യാഭ്യാസ മേഖലകൾക്കകത്ത് വരുന്ന നന്മകൾ, ഇതെല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുവാൻ ആത്മീക ശുശ്രൂഷകളാണെങ്കിലും അഭിഷേകം പ്രാപിക്കുന്ന വിഷയങ്ങളാണെങ്കിലും ദൈവം തക്കതായ സമയത്ത് ചെയ്യുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. തക്കതായ സമയത്ത് എങ്ങനെയുമെങ്കിലും ചെയ്യുമെന്നുള്ളതിലല്ല, ദൈവം അത് ഭംഗിയായി ചെയ്യുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. എന്തുവാ ഈ ഭംഗിയായി ചെയ്യുന്നതിൻ്റെ കാര്യം? വേദപുസ്തകം നിങ്ങൾ ചിന്തിച്ചേ. ഒരു വ്യക്തി, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അല്ലേ? ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പലതും മനുഷ്യനിർമ്മിതങ്ങളാണ്. സ്തോത്രം. നമ്മൾ ആയിരിക്കുന്ന എല്ലാം, അല്ലേ? നമ്മൾ മനുഷ്യരെന്ന വ്യക്തി, ആ മനുഷ്യൻ പോയിട്ട് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നതെല്ലാം ദൈവത്താൽ സ്തോത്രം ഉളവാക്കപ്പെട്ടതിൻ്റെ സൃഷ്ടിയുടെ ഒരു തലമുണ്ടെങ്കിലും മനുഷ്യൻ്റെ ബുദ്ധി ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്തോത്രം വൈശിഷ്ടമായ ബുദ്ധിയാണ് പലതിൻ്റെ ഒരു ടെലിവിഷൻ ഇല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ സ്തോത്രം, ഇങ്ങനെ ഓരോന്നും ഫർണിച്ചറുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മനുഷ്യൻ്റെ കരവിരുതാണ്, അല്ലേ? അപ്പം മനുഷ്യൻ്റെ നിർമ്മിതമാണ്. ഈ മനുഷ്യ നിർമ്മിതത്തിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താ? ഇന്നല്ലെങ്കിൽ നാളെ അത് കേടാകും. പ്രൈസലോ. അതിന് റീസർവീസ് ചെയ്യേണ്ടതായിട്ട് വരും. സ്തോത്രം. ഒരുപക്ഷെ അത് സർവീസ് ചെയ്താൽ ശരിയാകത്തില്ലെങ്കിൽ അത് കളഞ്ഞിട്ട് പുതിയത് മേടിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് ഭംഗിയുണ്ട്, അതിന് വാലിഡിറ്റി ഉണ്ട്, അതിനൊരു റീസർവീസിൻ്റെ ആവശ്യമില്ല. സ്തോത്രം. ദൈവം അത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ഇടവരും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, സ്തോത്രം, ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകൾ പൊളിഞ്ഞു കിടക്കുന്നുവെങ്കിൽ, മനുഷ്യനെ കൊണ്ട് പണിയുവാൻ കഴിയാത്ത, ഇല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൊണ്ട് പണിയാൻ കഴിയാത്ത, ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് പണിയാൻ കഴിയാത്ത, ഒരു കൗൺസിലറിനെ കൊണ്ട് പണിയാൻ കഴിയാത്ത, സ്തോത്രം, ഏതെങ്കിലും ജീവിതത്തിൻ്റെ മണ്ഡലങ്ങൾ പൊളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ആ വിഷയത്തെ ഒന്ന് നിങ്ങൾ കൈമാറിയാൽ, മനുഷ്യനോട് ഒരുപക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാൽ അതിനെ സ്തോത്രം ഒരുപക്ഷെ കൃത്യമായ റിസൾട്ട് ഇല്ലെങ്കിൽ മറുപടി അതിന് ലഭ്യമാകണമെന്നില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ആ വിഷയത്തെ കൈമാറാൻ ഒരുക്കപ്പെട്ടാൽ ദൈവം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുവാൻ തക്കവണ്ണം ഇടവരും. അതിനുവേണ്ടി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ടെ. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തിയാട്ട്. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.